എൻ്റെ മനസ്സ് ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ്? ഏത് ചിന്തയാണ്? ജീവിതത്തെക്കുറിച്ച് ചിട്ടയായ ചിന്തകളില്ലാതെ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ എത്തപ്പെട്ട ഞാൻ അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ട് സംസാരിച്ചതിൻ്റെ നിസ്സംഗതയാണോ? അതോ ഋഷിതുല്യമായ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ സ്വാധീനിച്ചിരിക്കുന്ന എൻ്റെ ഓർമ്മ ചിത്രങ്ങളാണോ? ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കുറച്ച് മാസങ്ങളുടെ അനുഭവ പരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും അപ്രശസ്തരും പ്രശസ്തരുമായ അനേകം പേരെ പരിചയപ്പെട്ടതിൽ ഇയാൾ മാത്രം എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു? ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളോട് ഒരുപടി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ നമ്മളിൽ പലരും. ചിലരൊക്കെ എന്നെപ്പോലെ മരങ്ങളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടും. ചിലർ പണത്തിനെയും പ്രശസ്തിയെയും ഇഷ്ടപ്പെടും. ചിലരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോട് മാത്രം കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും. വേറെ ചിലർക്ക് വെറുതെ കിടന്ന് ഉറങ്ങാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കില്ലേ. ചേട്ടാ, നിങ്ങൾ ഈ വഴിയരികിൽ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങളൊക്കെ നാളെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വെട്ടിമാറ്റിയേക്കാം. അപ്പോൾ ഒരു ഒബ്സഷൻ പോലെ നിങ്ങൾ ഈ മരങ്ങളൊക്കെ വളർത്തുന്നതിലൂടെ എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാനെൻ്റെ ശീലം തുറന്നു പോകുന്നല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പല ആളുകളും പല തരത്തിലായതുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നവരും ഉണ്ടാവാം. അതൊന്നും നമ്മുടെ വിഷയമല്ലല്ല, പറയുന്ന ആൾക്കാർ എന്തും പറയട്ടെ. ദാ ഇത് കണ്ടോ, കട്ടിക്കൊടിയെന്നാ ഇതിൻ്റെ പേര്. വെള്ളം നേർപ്പിക്കാൻ ഉപകരിക്കുന്നെന്നാ പറയുന്നേ. ആണോ? അതിൻ്റെ തൈ എനിക്കൊരെണ്ണം തരാം വാസനെ. ഓ, ഇത് തന്നെ എടുത്തോ. കവറ് ഓനില്ലല്ലോ ഇത്. ഇങ്ങനത്തെ കുഴപ്പമില്ല. ഇവിടെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സങ്കരയിനം മാവ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നടണം. അതാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. അല്ല അച്ഛനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ശീലത്തെ വട്ടാണെന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഈ ചെടികളൊക്കെ നട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് പൂവിട്ട് കായ്ച്ചു വരുമ്പോൾ അത് കാണാൻ നിങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഞാൻ ഈ നട്ടൊക്കെ എനിക്ക് വേണ്ടിയാന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ ഇതുവരെ എത്ര ചെടികൾ നട്ടിട്ടുണ്ടാവും ഏകദേശം? എത്രയെന്നല്ലോ പ്രശ്നം, എന്തു ചെയ്യുന്നു എന്നുള്ളതല്ലേ. അല്ല, എന്നാലും ഒരു അപ്രോക്സിമേറ്റ് വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 364. സോറി, 365. 365 കാല്. 365 കാല്. ചെറുപ്പം മുതലുള്ള ശീലമാണ്. പണ്ട് ചിരട്ടയിലൊക്കെ വിത്ത് പാകി മുളപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അറിയോ? അതിനൊക്കെ അമ്മയുടെ എന്തൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ആ ചിരട്ടയിലൊക്കെ അമ്മ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അത് അവിടെ കിടന്ന് വളർന്ന് അതിൽ നെല്ലും എള്ളും പയറും പ്ലാവും വരെ ഉണ്ടായിട്ടുണ്ട്. വാ, നമുക്കൊന്ന് നടക്കാം. ആയിക്കോട്ടെ. പ്രായമായാൽ ഇതാണ്. ഏതാണ്ടൊരു 10 വയസ്സ് മുതൽ ദിവസവും ഒരു ചെടിയെങ്കിലും ഞാൻ നടുമായിരുന്നു. കൃഷിയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും മുഴുവൻ സമയം ഇതിനുവേണ്ടി ചിലവഴിക്കും. ഇപ്പോഴും അതിന് ഒരു മാറ്റവും. അപ്പോൾ ഇത്രയും വർഷം ഇപ്പം എനിക്ക് വയസ്സായി. ഒരു ദിവസം ഒരു ചെടി നടും, അല്ലെങ്കിൽ വിശക്കുന്നവന് ഒരു പതി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണോ. പ്രതിഫലം ആഗ്രഹിക്കാതൊരു പ്രവൃത്തി. ഇങ്ങനെ അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്ന ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. എവറിഡേ ഹീറോസ്, റിയൽ അൺസങ് ഹീറോസ്. നിനക്കെന്താ സേവനമാരോ? സേവനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വാരം വേണമെന്നുണ്ട് ചേച്ചി. അതിന് ഇത് വളർന്ന് മരമാകുമ്പോൾ നിന്റെ വിസ തീർന്നുണ്ടാവുമല്ലോ.
അതിന് ഇത് നട്ടത് എനിക്ക് വേണ്ടിയാണെന്ന് ആര് പറഞ്ഞു?